അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. പ്രത്യേകിച്ച് പ്രവാസികൾക്ക്. ഇത് വേറെ ഒന്നുമല്ല, താരൻ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റിയിട്ടുള്ളൊരു ഹെയർ ഓയിലിൻ്റെ വീഡിയോ ആണിത്. ഇതിൽ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല. ഇത് പ്രവാസികൾക്ക് കൂടുതൽ ഉപകാരപ്രദമാവും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ചേർത്തിട്ടുള്ള 3 ഇൻഗ്രീഡിയൻറ്റും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വളരെ സുലഭമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതാ നല്ല ഫ്രഷ് ആര്യവേപ്പില എടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇലകൾ മാത്രം എടുത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി അടുത്ത വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ റോസ്മെരി. ഇതും ഇവിടെയുള്ള ഹൈപ്പർ മാർക്കറ്റിലൊക്കെ വളരെ സുലഭമായിട്ട് തന്നെ കിട്ടും. ഇതിൻ്റെ ഡ്രൈ ലീഫ് കിട്ടും, പക്ഷെ അതിനേക്കാളും ഒന്നും കൂടെ നല്ലത് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കുന്നതാണ് കേട്ടോ. പ്രവാസികൾക്ക് ഏറ്റവും ഉപകാരപ്രദമാവുമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമുക്ക് എണ്ണ മുറുക്കേണ്ട പച്ചമരുന്നുകളൊന്നും ഇവിടെ എല്ലാം ഒന്നും അവൈലബിൾ ആയിട്ട് കിട്ടൂല. നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരുപാട് പച്ചമരുന്നുകളൊക്കെ ചേർത്ത് എണ്ണ കാച്ചി തലയിൽ തേക്കാൻ പറ്റും. ഖത്തർ പോലുള്ള പല രാജ്യങ്ങളിലും ഇപ്പോൾ വെളിച്ചെണ്ണ പോലുള്ള സാധനങ്ങൾ കൊണ്ടുവരൽ നിർത്തലാക്കിയേക്കാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. ഇതെങ്ങനെ കാച്ചണമെന്നും എങ്ങനെ ഉപയോഗിക്കണമെന്നും ഇതിൻ്റെ ഗുണങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. റോസ്മേരിയും ആര്യവേപ്പിൻ്റെ ഇലയും പിന്നെ വേണ്ടത് ഈ നല്ലെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ എണ്ണ മുറുക്കി ഉപയോഗിക്കുന്നതിനേക്കാളും ഒന്നും കൂടെ കൂടുതൽ ഗുണങ്ങൾ കിട്ടും ഈ നല്ലെണ്ണ വെച്ചിട്ട് നമ്മൾ എണ്ണ കാച്ചുമ്പോൾ. ആര്യവേപ്പിൻ്റെ ഇല കുറച്ച് കൂടുതലും റോസ്മെരി അതിൻ്റെ പകുതിയായിട്ടാണ് എടുക്കേണ്ടത്. ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആര്യവേപ്പില മിക്സിയുടെ ജാറിലിട്ട് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാനത് മൊത്തം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റോസ്മെരിയുടെ ഇലകൾ തണ്ടുമ്മൽ നിന്ന് എടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നല്ല സ്മെല്ലുണ്ട് ഇതിന്. ഇത് അരയ്ക്കുമ്പോഴും നല്ലൊരു സ്മെല്ല് തന്നെ കിട്ടിയിരുന്നു. റോസ്മെറിയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ ഫുഡിൽ വരെ ഇത് ഇൻക്ലൂഡ് ചെയ്യും. കാരണം ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളൊരു സംഭവമാണ് ഈ റോസ്മെറി. നമ്മൾ ബീഫൊക്കെ സ്റ്റീക്ക് ചെയ്യുമ്പോൾ, ചിക്കൻ ഗ്രില്ല് ചെയ്യുമ്പോഴൊക്കെ സ്മെല്ലിനും അതുപോലെ തന്നെ ടേസ്റ്റിനൊക്കെ നമ്മൾ ഈ ഒരു സംഭവം ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഈ റോസ്മെരി വെച്ചിട്ട് നമ്മളൊരു ഹെയർ ഗ്രോത്തിനുള്ളൊരു വെള്ളം ഉണ്ടാക്കിയെടുക്കും. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ ചെയ്യാം. ഈ എണ്ണ അത്രയും റിസൾട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആര്യവേപ്പില നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ള സംഭവമാണ്. നമ്മുടെ സ്കിന്നിലുള്ള അലർജി, മുഖക്കുരു അങ്ങനെയുള്ള സാധനങ്ങൾക്ക് ഉപയോഗിക്കുക. അതുപോലെ തന്നെ തലയിൽ വരുന്ന ചൊറിച്ചിൽ, പാന്, താരൻ ഇതിനൊക്കെ ഈ ആര്യവേപ്പിൻ്റെ ഇല നല്ലതാണ്. അപ്പം നമ്മൾ റോസ്മെരിയും അവിടെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാണ്ടാണ് രണ്ടും അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടി കട്ടിയുള്ള ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇരുമ്പിൻ്റെ ചട്ടി തന്നെ വേണമെന്നില്ല, സ്റ്റീലിൻ്റെ ആയാലും അടി കട്ടിയുള്ള ഒരു പാത്രം വെച്ച് കൊടുത്താൽ മതി. 1/2 ലിറ്റർ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അതിലെ പകുതി എണ്ണ ഞാനിപ്പോൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, പകുതി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആര്യവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ റോസ്മെരിയുടെ ഇലയും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. എണ്ണ നന്നായിട്ട് ചൂടാവുമ്പോൾ ഇട്ട് കൊടുക്കാൻ നിൽക്കരുത്. അപ്പോൾ ചിലപ്പോൾ ചെറിയ ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തിളച്ച് പൊന്തിപ്പോവും. അതുകൊണ്ട് ചെറുതായിട്ട് ചൂടുമായി വരുമ്പോൾ തന്നെ നമുക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഈ റോസ്മെരിയുടെ. പക്ഷേ ഈ എണ്ണ ആയി കഴിയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്മെല്ലായിരിക്കില്ല. കാരണം ഇതിനകത്ത് ആര്യവേപ്പിൻ്റെ ഇലയാണ് മുന്നിൽ നിൽക്കുന്നത്. കയ്പ്പ് പോലെ തന്നെ ഇത് അരച്ചുണ്ടാക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ലിനും നമുക്ക് ചെറിയൊരു ഇഷ്ടക്കേട് തോന്നും. ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ട് നിൽക്കുക. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 5-6 കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമുള്ളതല്ല, എങ്കിലും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തലയിൽ എണ്ണ തേച്ച് പിടിക്കുമ്പോൾ നീർക്കെട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് അതില്ലാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ കുരുമുളക് ഇട്ട് തിളപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ കാച്ചി വെച്ചിരിക്കുന്ന എണ്ണയിൽ കുരുമുളക് ഇട്ട് വെക്കുന്നതോ നല്ലതാണ്. ഇപ്പോൾ ഓയിലിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇത് പരുവമായോ എന്ന് നോക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയില്ലേ അത് നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് കൈകൊണ്ട് ഇങ്ങനെ കാട്ടി നോക്കുന്ന സമയത്ത് പൊടിയനുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പരുവായിട്ടുണ്ട്. അപ്പം ആ സമയത്ത് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി എണ്ണയും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഭയങ്കരമായിട്ട് തിളക്കണ്ട, ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ ആ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊന്ന് കുറച്ചൊന്ന് ചൂടാറിയതിന് ശേഷമാണ് അരിച്ചെടുക്കുന്നത്. ഭയങ്കരമായിട്ട് ചൂടാറാനായിട്ട് നിൽക്കണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാറി വരുമ്പോൾ നമുക്കിത് അരിച്ചെടുക്കാം കേട്ടോ.
ഈ 3 ഇൻഗ്രീഡിയൻറ്റ് വെച്ച് എണ്ണ കാച്ചുമ്പോൾ താരൻ എങ്ങനെയാണ് പോവുക, മുടി ഒഴിച്ചിൽ എങ്ങനെയാണ് നിൽക്കുക, മുടി എങ്ങനെ വളരുക, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ടാവും. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ പറയുന്നത് പോലെ ഈ എണ്ണ നിങ്ങൾ ഒരാഴ്ച തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഒരുപാട് പച്ചമരുന്നുകൾ ചേർത്തുണ്ടാക്കുന്ന ഓയിൽ നമ്മൾ തേക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഗുണങ്ങൾ വേറെയും ഒരുപാടുണ്ടാവും. മുടിക്ക് കളറ് കൂടും, വളരുന്ന മുടിക്ക് നല്ല കട്ടി ഉണ്ടാവും, അങ്ങനെ പല പല ഗുണങ്ങളുണ്ടാവും. ഈ ഓയിലിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താരൻ പൂർണ്ണമായിട്ടും മാറും. താരൻ പോയാൽ തന്നെ നമ്മുടെ മുടി ഒഴിച്ചിൽ നല്ലോണം കുറയും. റോസ്മേരി ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് തലയിൽ പുതിയ പുതിയ ബേബി ഹെയർ വരുന്നതായിട്ടും കാണാൻ പറ്റും. അപ്പോൾ ഇതാ ഓയിൽ ഇവിടെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ ഈ ഒരു ബോട്ടിലാണ് കേട്ടോ ഞാൻ നിറച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബോട്ടിൽ നിറച്ച് കൊടുക്കാം. ഞാൻ ഈ ഒരു ബോട്ടിൽ നിറച്ച് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കാൽപ്പിലൊക്കെ നല്ല രീതിയിൽ എണ്ണ തേക്കാൻ പറ്റുന്നത് കൊണ്ടാണ് ഈ ഒരു ബോട്ടിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഈ എണ്ണ കൊണ്ട് റിസൾട്ട് ഉണ്ടാവോ ഇല്ലയോ എന്ന് മടിച്ച് നിൽക്കുന്നവർ ജസ്റ്റ് ഒന്ന് യൂട്യൂബിൽ കയറിയിട്ട് ആര്യവേപ്പിൻ്റെ ഇലയുടെയും റോസ്മേരിയുടെയും ഒക്കെ ബെനിഫിറ്റ്സ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഞാനിത് 100% നിങ്ങൾക്ക് ഉറപ്പ് തരണേ. ഞാൻ ഈ പറയുന്ന രീതിയിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് താരൻ തലയിൽ നിന്ന് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതാ ഈ 2 ബോട്ടിലാക്കിയിട്ട് ഞാനിതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതി പറഞ്ഞുതരാം. ഇത് തേക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കണ്ടിന്യൂസ് നിങ്ങൾ തേക്കുക. 1 മണിക്കൂർ തലയിൽ തേച്ച് പിടിക്കുക. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അരമണിക്കൂറെങ്കിലും തേച്ച് പിടിപ്പിക്കണം. നല്ല രീതിയിൽ തലയോട്ടിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മസാജ് ചെയ്ത് കൊടുക്കാം. 1 മണിക്കൂറിന് ശേഷം ഇതുപോലെ ഹെർബൽ ഷാമ്പു അല്ലാന്നുണ്ടെങ്കിൽ ബേബി ഷാമ്പു ഇല്ലാന്നുണ്ടെങ്കിൽ താളിപ്പൊടി ഇങ്ങനെയുള്ള മൈൽഡായിട്ടുള്ള ഷാമ്പു വെച്ച് വാഷ് ചെയ്ത് കഴുകിക്കളയാം. ഒരാഴ്ച കണ്ടിന്യൂസ് പരട്ടിയിട്ട് പിന്നീട് 2 ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഇതേ രീതിയിൽ തുടർന്നുകൊണ്ടിരിക്കാം. ഒരാഴ്ച കൊണ്ട് താരൻ പൂർണ്ണമായിട്ട് പോകുന്നതും കാണാം. പിന്നീട് നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത് കൂടുന്നതായിട്ടും കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ ഓക്കെ, അടുത്ത ദിവസം കാണാം.